ഏറ്റവും വലിയ ആഗ്രഹം അതല്ലേ, മരിക്കുന്നവരെ മേക്കപ്പ് ഉടനെ അഭിനയിക്കണമെന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും ഞാനും ആഗ്രഹിക്കും. അത് ഭഗവാൻ തന്നെ. ഈ ഒരു വീഡിയോ മലയാളികൾ ഇന്ന് വളരെ ദുഃഖത്തോടെ കണ്ണീരോടുകൂടിയാണ് കാണുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞ ഏറ്റവും അവസാനത്തെ വാക്കുകളാണ്. അദ്ദേഹം അവസാനമായി അഭിനയിച്ച് മോഹിനിയാട്ടം എന്ന ചിത്രത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ആർട്ടിസ്റ്റിന്റെ വളരെ വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആഗ്രഹമെന്ന് പറയുന്നത്, താൻ മരിക്കുന്നത് വരെ മേക്കപ്പ് ഇടണമെന്നതാണ്. ഒരുപാട് വർഷക്കാലമായി സിനിമയിൽ നിന്ന് മാറി നിന്ന അദ്ദേഹം വളരെ വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയത്. ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുമെന്നുള്ള 100% വിശ്വാസത്തിന്റെ വാക്കുകളാണ് ആ വീഡിയോയിലുള്ളത്. ഇനി ഒരുപാട് സിനിമകൾ അങ്ങോട്ട് ചെയ്യണമെന്നും ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ച ഭാര്യ ശുഭശ്രീ ആവട്ടെ ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിലാണ്. ഭർത്താവിന് എന്ത് സംഭവിച്ചോ എന്ന് പോലും ആ ഭാര്യയ്ക്ക് അറിയില്ല എന്നതാണ് മറ്റൊരു കാര്യം. കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു തന്റെ ഏക മകളുടെ വിവാഹം അതിഗംഭീരമാക്കി നടത്തിയത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നവും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം നടത്തിയത്. ഏതൊരച്ഛനെ പോലെയും മകളെ നല്ലൊരു സ്ഥലത്ത് വിവാഹം കഴിപ്പിച്ചയക്കണമെന്നതായിരുന്നു സന്തോഷിന്റെ വലിയൊരു സ്വപ്നം. പക്ഷേ ഇന്ന് അച്ഛന്റെ മൃതദേഹത്തിന്റെ അരികിൽ നിന്ന് പൊട്ടിക്കരയുന്ന മകളുടെ വീഡിയോകളും ചിത്രങ്ങളും കാണുമ്പോൾ പലർക്കും സഹിക്കാനാവുന്നില്ല. 2 മാസം മുൻപാണ് തന്റെ അച്ഛൻ തന്റെ കൈപിടിച്ച് പുതിയൊരു വീട്ടിലേക്ക് അയക്കുന്നത്. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ് അച്ഛനെ വന്നൊന്ന് കാണാനിരിക്കുകയായിരുന്നു ആ മകൾ. പക്ഷെ അതിനിടയ്ക്ക് അച്ഛന്റെ മരണ വാർത്തയാണ് ആ മകൾ കേട്ടത്. ഒരു വശത്താകട്ടെ അമ്മയാണെങ്കിൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലും കഴിയുന്നു. എങ്ങനെയാണ് അമ്മയെ പറഞ്ഞ് ഈ ഒരു കാര്യം മനസ്സിലാക്കിപ്പിക്കേണ്ടത് എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ മകളായ രാജശ്രീ. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.